ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് HSA ഇംഗ്ലീഷ് മോക്ക് ടെസ്റ്റിൻ്റെ സെക്കൻഡ് സീരീസാണ്. ഓക്കെ, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഈസ് എ കണ്ടീഷൻഡ് സ്റ്റിമുലസ് ഇൻ പാവ്ലോവ്സ് എക്സ്പെരിമെൻറ്റ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓൺലി ബെൽ. നമുക്കതെന്താണെന്നൊന്ന് പഠിക്കാം. ഓക്കെ, ആദ്യത്തെ ടോപ്പിലെ 2 പിക്ചേഴ്സ് ബിഫോർ കണ്ടീഷനിങ് ആണ്. അപ്പോൾ അവിടെ നോക്കാം, ഫുഡും സലൈവേഷനും ഉണ്ടാവുന്നു അല്ലേ, അതൊരു അൺകണ്ടീഷണൽ റെസ്പോൺസ് ആണ്. ബെല്ല് കേൾക്കുന്നു, ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് ആണ്. ഓക്കെ, എന്നാൽ ബെല്ല്, ഫുഡ്, സലൈവേഷൻ ഉണ്ടാവുന്നു ഡോഗിന്, അത് അൺകണ്ടീഷൻ റെസ്പോൺസ് ആണ്. ഇത് കണ്ടീഷനിങ് ശേഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ. താഴത്തെ 2 പിക്ചേഴ്സും ഇവിടെ നോക്കിയേ, ബെല്ല് കാണുമ്പോൾ തന്നെ ഒരു കണ്ടീഷണൽ സ്റ്റിമുലസ് ആയിട്ടുണ്ട്, ഡോഗിന് സലൈവേഷൻ വന്നു തുടങ്ങി. ഓക്കെ, അതായിരുന്നു നമ്മുടെ ചോദ്യത്തിലെ ഒരു ഓപ്ഷൻ, ഓൺലി ബെൽ എന്നുള്ളത് വന്നത്. അത് കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. ഓക്കെ, സെറ്റ്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് സ്വയം? അതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് അല്ലേ, ടു അച്ചീവ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് എഡ്യൂക്കേഷൻ. അതായത് സ്വയം മീൻസ് സ്റ്റഡി വെബ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. ഓക്കെ, അതൊരു മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സാണ് ദാറ്റ് ഓഫേഴ്സ് കോഴ്സസ് ഇൻ വേരിയസ് ഫീൽഡ്സ് ലൈക്ക് എഞ്ചിനീയറിംഗ്, ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ്, എക്സെട്ര. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, during the course of teaching, a teacher very often uses probing questions to clarify students' ideas and concept. This may be linked with which of the following assessment procedures? അതായത് ക്ലാസ്സിൽ തന്നെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പോകുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും അതെന്തായിരിക്കും? ഫോമാറ്റീവ് അസസ്മെൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് നോൺ ആസ് കാഫിർ? 4 ഓപ്ഷൻസ് ഉണ്ട്. കാഫിർ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി ആണ്, വക്കം മൗലവിയാണ് എന്നുള്ളത് ഓർക്കുക. ഹി വാസ് ഓൾസോ നോൺ ആസ് ദ ഫാദർ ഓഫ് ഇസ്ലാമിക് റിനൈസൻസ് ഇൻ കേരള. ഹി ഈസ് ദ ഫൗണ്ടർ ഓഫ് ആൻഡ് പബ്ലിഷർ ഓഫ് സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ. 1905 ജനുവരി 11, ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ്, ഓർത്ത് വെക്കുക. ആദ്യമായിട്ട് ഖുറാൻ മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തു. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു സംഘടനയാണ്, കൊടുങ്ങല്ലൂർ സ്ഥാപിച്ച സംഘടനയാണ് കേരള മുസ്ലിം ഐക്യ സംഘം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോബ്ലം സോൾവിങ് മെത്തേഡ് ഈസ്? ഇത് രണ്ടുമാണ് അല്ലേ, ഡിഡക്റ്റീവ് മെത്തേഡുമാണ്, ഇൻഡക്റ്റീവ് മെത്തേഡുമാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അപ്പോൾ എന്താണ് ഡിഡക്റ്റീവ്, ഇൻഡക്റ്റീവ് എന്നൊന്ന് പഠിക്കാം. ഇൻഡക്റ്റീവിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ്, അതായത് നോൺ ടു അൺനോൺ. ഇൻഡക്റ്റീവ് ആണെങ്കിൽ ഡിഡക്റ്റീവിലോ അൺനോൺ ടു നോൺ. കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്റ്റ് ഇൻഡക്റ്റീവ് ആണെങ്കിൽ, ഡിഡക്റ്റീവിലാണെങ്കിലോ അബ്സ്ട്രാക്റ്റ് ടു കോൺക്രീറ്റ്. ബോട്ടം ടോപ്പ് അപ്രോച്ചാണ് ഇൻഡക്റ്റീവിലെങ്കിൽ, ഡിഡക്റ്റീവിൽ ടോപ്പ് ഡൗൺ അപ്രോച്ചാണ്. ഇൻഡക്റ്റീവിൽ എക്സാമ്പിൾസ് ടു റൂൾസ് ആണ്, ഡിഡക്റ്റീവിൽ റൂൾസ് ടു എക്സാമ്പിൾ. ഇൻഡക്റ്റീവിൽ സ്പെസിഫിക് ടു ജനറൽ, ഡിഡക്റ്റീവിൽ ജനറൽ ടു സ്പെസിഫിക്. ഓക്കെ, സോറി. വിച്ച് ഈസ് നോട്ട് ആൻ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ് സജസ്റ്റഡ് ബൈ കോത്താരി കമ്മീഷൻ? 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഒന്ന് ഇതിൽ പെടാത്തതാണ്, കോത്താരി കമ്മീഷൻ്റെ ഒബ്ജക്റ്റീവിൽ പെടാത്തതാണ്. അതേതായിരിക്കും? ഓപ്ഷൻ ഡി ആണല്ലേ, എഡ്യൂക്കേഷൻ ഫോർ വെസ്റ്റേണൈസേഷൻ. ഓക്കെ, കോത്താരി കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടത് ചില പോയിൻറ്റ്സ് നമുക്കൊന്ന് നോക്കാം. ഈസ് ഓൾസോ നോൺ ആസ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ, നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നോ അറിയപ്പെടുന്നത് കോത്താരി കമ്മീഷനാണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം വളരെ ഇമ്പോർട്ടൻറ്റ്, 1964. ഓർത്ത് വെക്കുക. ദ കമ്മീഷൻ വാസ് ചെയർഡ് ബൈ DS കോത്താരി. 3 ലാംഗ്വേജ് ഫോർമുല is also put forward by the Kothari Commission. Clear? Yes. When was World Press Day Freedom? Press Freedom Day 2025 സെലിബ്രേറ്റഡ്. എല്ലാ വർഷവും വേൾഡ് പ്രസ് ഫ്രീഡം ഡേ ഉണ്ട്. പക്ഷേ ഈ 2025 തീം ഓർക്കണം, പിന്നെ ഡേയും ഓർക്കണം. മെയ് 3 ഓക്കെ, നമുക്ക് ആ തീം ഒന്ന് ഓർത്ത് വെക്കാം. റിപ്പോർട്ടിംഗ് ഇൻ ബ്രേവ് വേൾഡ് ആൻഡ് ദ ഇമ്പാക്റ്റ് ഓഫ് AI, പ്രസ് ഫ്രീഡം ആൻഡ് മീഡിയ അല്ലേ. AI ഓൺ പ്രസ് ഫ്രീഡം ആൻഡ് മീഡിയ ആണ് ഇപ്പോഴത്തെ തീം എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ നാഷണൽ പ്രസ് ഡേ എന്നാണ്, 16th നവംബർ ആണ്. ഓക്കെ, വിച്ച് കൺട്രി ഹോസ്റ്റഡ് 68th കോമൺവെൽത്ത് പാർലമെൻ്ററി കോൺഫറൻസ് ഇൻ 2025? ഇങ്ങനത്തെ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് 2025ഉം 2024 നമ്മളെപ്പോഴും പഠിച്ചു വയ്ക്കുക. നമുക്ക് 25 68ാമത്തെ കോമൺവെൽത്ത് പാർലമെൻ്ററി കോൺഫറൻസ് ആദ്യം പഠിക്കാം. അത് ബാർബഡോസ് ആണ്. എന്നാൽ 2024 67ാമത്തെ കോമൺവെൽത്ത് പാർലമെൻ്ററി കോൺഫറൻസ് ഓസ്ട്രേലിയ സിഡ്നിയിലായിരുന്നു. ഓക്കെ, ക്ലിയർ ആണേ. ഉദ്വ ലേക്ക് ഈസ് എ ന്യൂലി ഡെസിഗ്നേറ്റഡ്
Ramsar site in 2025 is located in which Indian state? Any idea? യെസ്, തീർച്ചയായിട്ടും അല്ലേ. ഈ ഇടയ്ക്ക് റംസാർ സൈറ്റിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് നമുക്കറിയാം അത് ജാർഖണ്ഡാണ് എന്നോർക്കാം. ഒരു പോയിന്റും കൂടെ അതുമായി കണക്ട് ചെയ്ത് പഠിക്കാം. ഉദ്വാ ലേക്ക് ബേർഡ് സാങ്ച്വറി ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ബാങ്ക് ഓഫ് ഗംഗ റിവർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഫ്യൂഷൻ ബാൻഡ് വോൺ ദ ഗ്രാമി ഫോർ ബെസ്റ്റ് ഗ്ലോബ് മ്യൂസിക് ആൽബം ഫോർ ദ ആൽബം ഓഫ് ദിസ് മൂമെൻറ്റ്? ഏതാണ്? ശക്തി അല്ലേ, ഫ്യൂഷൻ ബാൻഡാണ്. അപ്പോൾ അതുമായി കണക്ട് ചെയ്തിട്ട് നമുക്ക് സക്കീർ ഹുസൈൻ്റെ കാര്യങ്ങളും ഒന്ന് പഠിക്കാം. അദ്ദേഹത്തിന് 3 ഗ്രാമി അവാർഡ് കിട്ടുകയും ചെയ്തു. അതൊന്ന് നമുക്ക് അറിഞ്ഞേക്കാം അല്ലേ. പിന്നെ 2024 ഡിസംബർ 15 അദ്ദേഹം മരിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം ആദ്യം ഒന്ന് പഠിക്കാം. സക്കീർ ഹുസൈൻ അല്ലാരഖ് ഖുറേഷി. അദ്ദേഹത്തിൻ്റെ ഓണേഴ്സ് പത്മശ്രീ 1988, പത്മഭൂഷൺ 2002, പത്മവിഭൂഷൺ 2023, അതുപോലെ സംഗീത നാടക അക്കാദമി അവാർഡ് 1990. പിന്നെ അദ്ദേഹത്തിന് ടോട്ടൽ 4 ഗ്രാമി അവാർഡ്സ് ലഭിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം 3 ലഭിച്ചു എന്നുള്ളതാണ്. ആ ഒരു ശക്തി ഫ്യൂഷൻ ബാൻഡിൻ്റെ ഒരു വൺ ഓഫ് ദ ഫൗണ്ടേഴ്സും കൂടെയാണ്. ക്ലിയർ? ശരി. വിച്ച് ഈസ് ദ സെക്കൻഡ് സ്പേസ് പോർട്ട് ഓഫ് ISRO? 4 ഓപ്ഷൻസ് ഉണ്ട്. കിട്ടിയായിരുന്നോ? കുലശേഖര പട്ടണമാണ് സെക്കൻഡ് സ്പേസ് പോർട്ട്. ഫസ്റ്റ് സ്പേസ് പോർട്ട് നമുക്കറിയാം ശ്രീഹരിക്കോട്ടയാണ്. ഓക്കെ, നമുക്കിനി കുറച്ച് ഡീറ്റെയിൽസും കൂടെ പഠിക്കാം. ഈ കുലശേഖരപട്ടണം ഈസ് ഓൾസോ ദ സ്പേസ് പോർട്ട് ടു ലോഞ്ച് ഇറ്റ്സ് ഫസ്റ്റ് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഇൻ 2027. ഇത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ അതൊന്ന് ഓർത്ത് വെക്കുക, തമിഴ്നാട്ടിലാണ്. ഓക്കെ, നെക്സ്റ്റ് ശ്രീഹരിക്കോട്ട ആന്ധ്രാപ്രദേശിലാണ്. ദ ഹോം ഓഫ് ISRO's പ്രൈമറി ലോഞ്ച് ഫെസിലിറ്റി, ദ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. 2 പോയിൻറ്സും കൂടെ ഒന്ന് പഠിക്കാം. ചാന്ദിപ്പൂർ, ഒഡീഷ, യൂസ്ഡ് ഫോർ ലോഞ്ചിങ് മിസൈൽ സിസ്റ്റം അണ്ടർ DRDO ഈസ് ദ ഗ്രേറ്റസ്റ്റ് ടെസ്റ്റ് റേഞ്ച്. ഓക്കെ, ചാന്ദിപ്പൂർ എവിടെയാണ്? ഒഡീഷയിലാണ്. DRDOയുടെ മിസൈൽ ടെസ്റ്റിംഗ് സെൻറ്ററാണ്. അതുപോലെ മഹേന്ദ്രഗിരി, അതും തമിഴ്നാട്ടിൽ തന്നെയാണ്. ISROയുടെ പ്രൊപ്പൽഷൻ ടെസ്റ്റിംഗ് സെൻറ്റേഴ്സാണ് ഇവിടെ അല്ലേ. ക്രയോജനിക്സും ലിക്വിഡ് പ്രൊപ്പൽഷൻ എഞ്ചിനും ഒക്കെയാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം 4 ഓർത്ത് വെക്കുക. കുലശേഖരപട്ടണം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാടു. നമ്മുടെ ശ്രീഹരിക്കോട്ട ആന്ധ്രാപ്രദേശ്, ചാന്ദിപ്പൂർ ഒഡീഷ ആൻഡ് മഹേന്ദ്രഗിരി അഗെയിൻ തമിഴ്നാട്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി റീസെൻ്റ്ലി ലോഞ്ച്ഡ് ആൻ ഇൻ്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് ടു സേവ് ഹൗ മെനി ബിഗ് കാറ്റ് സ്പീഷീസ്? ദ ആൻസർ ഈസ് 7. അപ്പോൾ ഐബെക് എന്ന് ഇതറിയപ്പെടുന്നു. സോ നമുക്ക് ഇതിൻ്റെ കുറച്ച് ഫ്യൂ പോയിൻറ്സും കൂടെ നോക്കാം. പ്രൈം മിനിസ്റ്റർ മോദി ലോഞ്ച്ഡ് ദ ഐബെക് ഓൺ 9th April 2023. ഇത് എന്തുമായിട്ട് കണക്ട് ചെയ്ത് എന്തിന് കമ്മമറേറ്റ് ചെയ്താണ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പ്രോജക്റ്റ് ടൈഗർ ഉണ്ടല്ലോ, അതിൻ്റെ 50ാമത്തെ വാർഷികത്തിൽ അനുബന്ധിച്ചിട്ടാണ് ഈ ഐബെക് മോദി എന്ത് ചെയ്തത്, റിന്യൂ ചെയ്തത് അല്ലെങ്കിൽ അത് ലോഞ്ച് ചെയ്തത് എന്ന് നമുക്ക്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. 7 ഈ ബിഗ് കാറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു ടണലുമായി ബന്ധപ്പെട്ടതാണ്. സോനാമാർഗ് ടണൽ. ഓക്കെ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സോനാമാർഗ് ടണലിൻ്റെ മറ്റ് പേരെന്തൊക്കെയാണ് എന്നുള്ളതാണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. എനി ഐഡിയ? നോ ഐഡിയ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. സോഹർ ടണൽ. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകതകൾ, ഇത് കണക്ട് ചെയ്യുന്നത് ലഡാക്ക്, കാർഗിൽ ആൻഡ് ബൽത്താലാണ്. അപ്രോക്സിമേറ്റ് കിലോമീറ്റേഴ്സ് 12 കിലോമീറ്റേഴ്സ്. ഇവിടെ ഓസ്ട്രേലിയൻ ടണലിംഗ് മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ 2700 കോടി രൂപയാണ് ഇതിൻ്റെ ഒരു എസ്റ്റിമേറ്റ്. ഇത് ഏത് ഹൈവേയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓർത്ത് വെക്കുക, നാഷണൽ ഹൈവേ 1 ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ്. വാട്ട് ഡസ് PCK സ്റ്റാൻഡ്സ് ഫോർ ഇൻ എഡ്യൂക്കേഷൻ? 4 ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഐഡിയ? തീർച്ചയായിട്ടും ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. പെഡഗോജിക്കൽ കണ്ടൻറ് നോളജ്. PCK സ്റ്റാൻഡ്സ് ഫോർ പെഡഗോജിക്കൽ കണ്ടൻറ് നോളജ്. ടീച്ചേഴ്സ് പെർഫോമൻസ് ഈസ് ഇവാലുവേറ്റഡ് ഒബ്ജക്റ്റീവ്ലി ബൈ. 4 ഓപ്ഷൻസ്. ശരി ഉത്തരം ഫസ്റ്റ് ഓപ്ഷൻ
FIACS. എന്താണ് ഈ FIACS എന്ന് നോക്കാം. ബാക്കിയെല്ലാം ടീച്ചേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്, പക്ഷേ ഒബ്ജക്റ്റീവ്ലി അല്ല എന്നേ ഉള്ളൂ. ഒരു സിസ്റ്റം ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഓഫീസ് അല്ലെങ്കിൽ ഹോൾ സ്കൂളിൻ്റെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ എന്ത് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. റൈറ്റിംഗ് സ്കെയിലും അത് തന്നെയാണ്. മറ്റേത് സ്റ്റുഡൻറ്റ് സർവേ ഓഫ് ടീച്ചേഴ്സാണ്. അപ്പോൾ ഇവിടുത്തെ FIACS ഓക്കെ, ഫ്ലാൻഡേഴ്സ് ഇൻട്രാക്ഷൻ അനാലിസിസ് കാറ്റഗറി സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത് ഒബ്ജക്റ്റീവ്ലി ടീച്ചേഴ്സിൻ്റെ പെർഫോമൻസ് വാല്യൂ ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ്, ഹൂ എമംഗ് ദ ഫോളോയിങ് വാസ് സെലക്റ്റഡ് ആസ് ദി പ്രസിഡൻറ്റ് ഓഫ് ഇൻ്റർനാഷണൽ കോൺഗ്രസ് ഇൻ ദ ഇയർ 1938 ആൻഡ് 1939? ഹരിപുര സമ്മേളനം. നിങ്ങൾക്ക് ആളെ മനസ്സിലായി, സുഭാഷ് ചന്ദ്രബോസ് ആണ് ശരി ഉത്തരം അല്ലേ? ഓക്കെ, അദ്ദേഹത്തിനെക്കുറിച്ച് 2-3 പോയിൻറ്റ്സും കൂടെ നമുക്കൊന്ന് നോക്കിയിട്ട് പോവാം. ബോസ് ഈസ് നോൺ ഫോർ ഹിസ് റോൾ ഇൻ എസ്റ്റാബ്ലിഷിംഗ് INA, ആസാദ് ഹിന്ദ് ഫൗജ്. അതുപോലെ നിക്കോബാർ ഐലൻഡിന് സ്വരാജ് എന്ന പേര് കൊടുത്തത് ബോസാണ്. വർഷം 1943 ആണ്. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് ആൻ ഇന്ത്യൻ പിൽഗ്രിമേജ് അൺഫിനിഷ്ഡ് ഓട്ടോബയോഗ്രഫി. പൊളിറ്റിക്കൽ പാർട്ടി ഫോംഡ് ബൈ ഹിം ഈസ് ദ ഫോർവേഡ് ബ്ലോക്ക് ഇൻ ദ ഇയർ 1942. Netaji described as the day of deliverance as Quit India movement. Okay, clear? Yes. How many subjects are mentioned in the 11th constitution, like 11th schedule of the constitution? 28, 27, 29? Yes, the answer is 29. Noka, the schedule was added, the 11th schedule was added in the 73rd constitution. 73ാമത്തെ ഭരണഘടനാ ഭേദഗതി അല്ലേ, വർഷം 92-ലാണ്. പക്ഷെ അത് കെയിം ഇൻ ടു ഫോഴ്സ് April 24, 1993. ഇറ്റ് പ്രൊവൈഡഡ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ്, ഭരണഘടന പദവി കൊടുത്തു ആർക്കാ? പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അല്ലേ? ക്ലിയർ? യെസ്. വിച്ച് ഓദർ വാസ് അവാർഡഡ് 2024 നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ? സൗത്ത് കൊറിയക്കാരിയാണ്. ആദ്യമായിട്ടൊരു സൗത്ത് കൊറിയന് കിട്ടുന്നതാണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, ഹാൻ കാങ്. ഓക്കെ, നോക്കാം. സൗത്ത് കൊറിയൻ ഓർഡർ ഫോർ ഹർ, ഓക്കെ, ഷി വാസ് അവാർഡഡ് ഫോർ ഹർ ഇൻഡൻസ് ആണ്, ഇന്ത്യൻ അല്ല, ഇൻഡൻസ് പോയറ്റിക് പ്രോസ് ദാറ്റ് കൺഫർ ഹിസ്റ്റോറിക്കൽ ട്രോമ ആൻഡ് എക്സ്പോസസ് ദ ഫ്രെജിലിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ്. ഇൻഡൻസ് ആണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, സോറി. ഓക്കെ, നെക്സ്റ്റ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ദ നാച്ചുറൽ വെജിറ്റേഷൻ ഓഫ് കേരള. 2 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇതിലൊന്ന് ശരിയാണോ, 2 ശരിയാണോ, 2 ശരിയാണോ, 2 തെറ്റാണോ എന്നൊക്കെയാണ് ഓപ്ഷൻസ് വരുന്നത്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്ന് വായിക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, കേരള ഈസ് ദ ഹോം ഓഫ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് വിച്ച് ആർ ഫൗണ്ട് ഇൻ ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻസ് ഓഫ് ദ വെസ്റ്റേൺ ഘാട്ട്സ്. സ്റ്റേറ്റ്മെൻറ്റ് 2, ദ മാംഗ്രൂവ് ഫോറസ്റ്റ് ഓഫ് കേരള ആർ മെയിൻലി ഫൗണ്ട് ഇൻ ദ മിഡ്ലാൻഡ് റീജിയൻസ് ഓഫ് ദ സ്റ്റേറ്റ്. വിച്ച് ഓഫ് ദ ഓപ്ഷൻ ഈസ് കറക്റ്റ്? ഒന്ന് മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്, സ്റ്റേറ്റ്മെൻറ്റ് 1. നമുക്ക് മാംഗ്രൂവ്സിൽ എന്താണ് പ്രശ്നമെന്നൊന്ന് പഠിക്കാം. മാംഗ്രൂവ് ഫോറസ്റ്റ് ഇൻ കേരള ആർ എ വൈറ്റൽ പാത്ത് ഓഫ് ദി സ്റ്റേറ്റ്സ് കോസ്റ്റൽ എക്കോസിസ്റ്റം ഫൗണ്ട് മെയിൻലി ഇൻ എസ്റ്ററീസ്, റിവർ ബാങ്ക്സ് ആൻഡ് ബാക്ക് വാട്ടേഴ്സ്. ഓക്കെ, അപ്പോൾ അത് കോസ്റ്റൽ ഏരിയയിലാണ് ഈ മാംഗ്രൂവ്സ് ഒക്കെ കാണപ്പെടുന്നത്, മിഡ്ലാൻഡിലല്ല. അതായിരുന്നു സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിലെ തെറ്റ്. ക്ലിയർ? വിച്ച് പ്ലേസ് ഇൻ കേരള ഈസ് ഫേമസ്ലി നോൺ ആസ് മാംഗോ സിറ്റി? ക്ലൂ തരാം, പാലക്കാടാണ്. അപ്പം മലപ്പുറത്താണ് മഞ്ചേരി, മലപ്പുറമല്ല, മൂവാറ്റുപുഴയല്ല, അത് എറണാകുളത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും മുതലമട അല്ലേ? ഓക്കെ, മാംഗോ സിറ്റി എന്നറിയപ്പെടുന്നു, ഏക്കർ കണക്കിനാണ് കേട്ടോ അവിടെ. അത് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നു. എനിക്ക് തോന്നുന്നു പിന്നെ അതൊരു പ്രത്യേകത, ഏറ്റവും എന്താണ് ഫാസ്റ്റായിട്ട് അവിടെ മാംഗോ സീസൺ വരുന്നതും അവിടെ തന്നെയാണ്, ഈ എന്താണ് മുതലമടയിലാണ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ അങ്ങനെ നമ്മൾ ജനറൽ ക്വസ്റ്റ്യൻസ് കഴിയുന്നു. സേഫായിട്ട് നമ്മൾ ഇംഗ്ലീഷിലേക്ക്. അപ്പോൾ സേഫ് മീൻസ് നമ്മൾ അതിനും പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിച്ചു പോകണം കേട്ടോ. ഓക്കെ, ഹൂ സേസ് മെറ്റഫർ ആൻഡ് മെറ്റോണമി ആർ ദ 2 ഫണ്ടമെൻ്റൽ സ്ട്രക്ചേഴ്സ് ഓഫ് ലാംഗ്വേജ്? റോമൻ ജക്കോബ്സൺ ആണ് മെറ്റഫർ ആൻഡ് മെറ്റോണമി ആണ് ഫണ്ടമെൻ്റൽ സ്ട്രക്ചേഴ്സ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഡീഫെമിലിയറൈസേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ക്രിറ്റിസിസവുമായി ബന്ധപ്പെട്ടതാണ്, പക്ഷേ അത് ഫോർമലിസവുമായി ബന്ധപ്പെട്ടതാണ്. ദാറ്റ് ഈസ് റഷ്യൻ ഫോർമലിസമാണ് ശരി ഉത്തരം കേട്ടോ. ഓക്കെ, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ വേർഡ് സ്ട്രെസ് നമുക്ക് കുറച്ച് ഫോണ്ടിക്സിലേക്ക് കടക്കാം. വേർഡ് സ്ട്രെസ്, വാട്ട് ഈസ് ദ മോസ്റ്റ് കോമൺ സ്ട്രെസ് പാറ്റേൺ ഇൻ ഡയസിലാബിക് വേർബ്
particularly when they signify the action as observe in begin or discuss എന്നീ വാക്കുകൾ begin, discuss വേർഡ് സ്ട്രെസ് വരുന്ന ഫസ്റ്റ് സിലബിളിലാണോ സെക്കൻഡ് സിലബിളിലാണോ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും അത് സെക്കൻഡ് സിലബിളിലാണ് അവിടെ വേർഡ് സ്ട്രെസ് കൊടുക്കുന്നത്. എങ്കിൽ മറ്റൊരു വേർഡ് ഫോട്ടോസിന്തസിസ് മൾട്ടി സിലാബിക് വേർഡാണ്. ഇവിടെ എവിടെയാണ് സ്ട്രെസ് കൊടുക്കുന്നത്? ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഫോട്ടോസിൻ എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ സിലബിളിലല്ലേ ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്? യെസ്, ദ തേർഡ് സിലബിൾ അവിടെയാണ് അതിന് എന്ത് ചെയ്യുന്നത്? പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു കോയിൻഡ് ദ ടേം എയ്സ്തെറ്റിക്സ്? ഓപ്ഷൻസ് ഇല്ല. രസ തിയറിയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ വരുന്ന ഒരു പേരാണ് അലക്സാണ്ടർ ബോംഗാർട്ടൻ ആണ് കേട്ടോ. ബോംഗാർട്ടൻ, ഭരതമുനിയൊന്നും അല്ല, ഓർക്കുക. അക്കോർഡിംഗ് ടു ബോംഗാർട്ടൻ എയ്സ്തെറ്റിക് ഈസ് എ സയൻസ് ഓഫ് സെൻസ് കോഗ്നിഷൻ. ഓക്കെ, അതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ്. അക്കോർഡിംഗ് ടു ഡാഷ് എയ്സ്തെറ്റിക് ഈസ് എ സയൻസ് ഓഫ് സെൻസ് കോഗ്നിഷൻ, അതും ബോംഗാർട്ടൻ ആണ് എന്നുള്ള ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇംഗ്ലീഷ് നൗൺസ് ഫിറ്റിംഗ് ആൻ അഡ്ജക്റ്റീവ്? അതായത് ഇപ്പോൾ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്ന പ്രൈമറി സ്ട്രെസ് ബ്ലാക്ക് ബോർഡ് ആദ്യമാണ് വരുന്നത്. അതേപോലെ കണക്ട് ചെയ്ത് വരുന്ന മറ്റ് ഏതെങ്കിലും വാക്കുകൾ ഓപ്ഷനിലുണ്ടോ? ഫസ്റ്റ് പ്രൈമറി സ്ട്രെസ് ഫസ്റ്റ് പാർട്ടിന് കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഓപ്ഷൻ എ ആണ്, ഗ്രീൻ ഹൗസ് അല്ലേ, ഗ്രീൻ ഹൗസ്. സെക്കൻഡ് പാർട്ടിനില്ല. എന്നാൽ ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കിയേ. ബാഡ് ടെമ്പേർഡ്, അറ്റോർണി ജനറൽ, വൈസ് പ്രസിഡൻറ്റ്, അവിടെ സെക്കൻഡ് പാർട്ടിനാണ് സ്ട്രെസ് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ടൂത്ത് പേസ്റ്റ് ഫസ്റ്റ് പാർട്ടിനാണോ സെക്കൻഡ് പാർട്ടിനാണോ? തീർച്ചയായിട്ടും ഫസ്റ്റ് പാർട്ടിനാണ്. ഓക്കെ, ക്ലിയർ. ഹു ഡിഫൈൻഡ് എ പ്രോജക്റ്റ് ആസ് ഹോൾ ഹാർട്ടഡ് അറ്റാക്ക് പർപ്പസ്ഫുൾ ആക്ടിവിറ്റി പ്രൊസീഡഡ് ഇൻ എ സോഷ്യൽ എൻവയോൺമെൻറ്റ്? അത് ക്ലിപ്പാട്രിക് ആണ്. WH ക്ലിപ്പാട്രിക് ആണ്. കിൽപാട്രിക് ആണ് who defined the project as a whole-hearted purposeful activity proceeding in a social environment എന്ന് പറഞ്ഞത്. അടുത്തത് ഒരു ട്രാൻസ്ക്രിപ്ഷനാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിപ്പോയി എന്നെനിക്കറിയാം. ഈ ഒരു സൗണ്ട് ലാസ്റ്റ് സൗണ്ട് വരുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഓപ്ഷൻ സി, ഡച്ച്. ക്ലിയർ. ഇനി 3 ലൈൻസാണ് ഒരു പോയത്തിൽ നിന്നുള്ളതാണ്. അതേത് പോയമാണ് നിങ്ങളെന്ന് പറയുക. വി ആർ ലെയ്ഡ് എ സ്ലീപ്പ് ഇൻ ബോഡി ആൻഡ് ബിക്കം എ ലിവിങ് സോൾ. ഈ പോയത്തിൻ്റെ ആദ്യത്തെ വരികളാണ് 5 years have passed 5 summers with the length of 5 winters. ആൻഡ് ഒരു വരിയും കൂടെ, നേച്ചർ നെവർ ഡിഡ് ബിട്രേ ദ ഹാർട്ട് ദാറ്റ് ലവ്ഡ് ഹർ. തീർച്ചയായിട്ടും നമുക്കറിയാം ടിൻറ്റൻ ആബി ആണ്. നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് ഒന്ന് പഠിക്കാം. വേർഡ്സ്വർത്തിൻ്റെ ടിൻറ്റൻ ആബി ഒരു ഡ്രമാറ്റിക് മോണലോഗാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ വർഷം, പബ്ലിഷ് ചെയ്ത വർഷം ജൂലൈ 13, 1798. ആ പോയത്തിൻ്റെ ഫുൾ നെയിം ലൈൻസ് റിട്ടൺ എ ഫ്യൂ മൈൽസ് എബവ് ടിൻറ്റൻ ആബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കീ പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്? CLTയുടെ കീ പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏത്? ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് തീർച്ചയായിട്ടും പഠിച്ചു വയ്ക്കാം. എംഫസൈസ് ഓൺ ഗ്രമാറ്റിക് ആക്യുറസി, അതാണ് ഇവിടെ കൂടുതലായിട്ടുള്ള കീ ആയിട്ടുള്ള അല്ലാത്ത. അപ്പോൾ ഫോക്കസ് ഓൺ മീനിങ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഒത്തൻറ്റിക് മെറ്റീരിയൽ, ലേണിംഗ്, ഓട്ടോണമി ഒക്കെ ഇതിൻ്റെ കീ പ്രിൻസിപ്പിൾസ് ആയിരുന്നു അല്ലെങ്കിൽ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് യൂസിങ് സ്കാനിങ് ആൻഡ് സ്കിമ്മിങ് റീഡിംഗ് സ്ട്രാറ്റജീസ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് എഡ്യൂക്കേഷൻ? ഒന്ന് നോക്കിയേ. സ്കാനിങ് ആൻഡ് സ്കിമ്മിങ്ങിൻ്റെ പ്രാധാന്യം തീർച്ചയായിട്ടും ടു അണ്ടർസ്റ്റാൻഡ് ദ മെയിൻ ഐഡിയ ആൻഡ് ലൊക്കേറ്റ് ദ സ്പെസിഫിക് ഇൻഫർമേഷൻ. ഓക്കെ, അപ്പോൾ സ്കാനിങ്ങും സ്കിമ്മിങ്ങും എന്തിനു വേണ്ടിയാണ്? ടു അണ്ടർസ്റ്റാൻഡ് ദ മെയിൻ ഐഡിയ ആൻഡ് ലൊക്കേറ്റ് സ്പെസിഫിക് ഇൻഫർമേഷൻ. ഓക്കെ, വിച്ച് അപ്രോച്ച് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് ഫോക്കസ് ഓൺ ഇൻവോൾവിങ് ദ സ്റ്റുഡൻസ് ഇൻ ആക്റ്റീവ്ലി കൺസ്ട്രക്റ്റിംഗ് ദെയർ ഓൺ നോളജ്? അതിൽ തന്നെ നമുക്ക് ആൻസർ വരുന്നുണ്ടല്ലേ, കൺസ്ട്രക്റ്റിംഗ് ദെയർ ഓൺ നോളജ്. അത് കൺസ്ട്രക്റ്റീവ് അപ്രോച്ചാണ്. വാട്ട് ഡസ് ദ ടേം റിയാലിയ? റിയാലിയ നമുക്കറിയാമെന്നുള്ളതാണ്. അത് റിയൽ ഒബ്ജക്റ്റ് ഒക്കെ ടീച്ചിങ് എയ്ഡായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, റിയാലിയ എന്ന് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് ദ കീ ക്യാരക്ടർ ഓഫ് ദി ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ്? ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ഒരിക്കലും എന്ത് പറയരുത്? നേറ്റീവ് ലാംഗ്വേജ് കൊണ്ടുവരാതിരിക്കാൻ നോക്കുക അല്ലേ. എംഫസൈസ് ഓൺ ദ ഓറൽ പ്രാക്ടീസ് ആൻഡ് അവോയ്ഡിങ് ദ നേറ്റീവ് ലാംഗ്വേജ്. ഓക്കെ, which is not a major branch of Indo-European language? ഒന്ന് കണ്ടുപിടിച്ചേ. റോമൻ, ജർമാനിക്, സ്ലാവിക് ഇതെല്ലാം ആണ്. അല്ലാത്തത്
ദ്രവീഡിയൻ ആണല്ലേ. അടുത്തത്, വിച്ച് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഈസ് കൺസിഡേർഡ് വൺ ഓഫ് ദി ഏർലിയസ്റ്റ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് മോസ്റ്റ് ഡൈവേർജൻറ്റ് ഫോം അതർ ബ്രാഞ്ചസ്. തീർച്ചയായിട്ടും സാൻസ്ക്രിറ്റ്, ലാറ്റിനൊക്കെ ഗ്രീക്കൊക്കെ ഇതിൻ്റെതാണ്. അപ്പോൾ ഹെറ്റൈറ്റ് എന്ന് പറയുന്ന ഒരു ഏർലി മോസ്റ്റ് ഡൈവേർജൻറ്റ് ബ്രാഞ്ച് ആയിരുന്നു ഇൻഡോ യൂറോപ്യൻ്റെ. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ലാംഗ്വേജ് ഈസ് എ മെമ്പർ ഓഫ് ഇൻഡോ ആര്യൻ ബ്രാഞ്ച് ഓഫ് ഇൻഡോ യൂറോപ്യൻ. ഇൻഡോ യൂറോപ്യൻ്റെ ഇൻഡോ ആര്യൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഹിന്ദിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റീകൺസ്ട്രക്റ്റഡ് കോമൺ ആൻസിസ്റ്റർ ഓഫ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലി കോൾഡ്? ദാറ്റ് ഈസ് ഏതോ ഒരു പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ അല്ലേ, ഇൻഡോ യൂറോപ്യൻ അവിടെ തന്നെ ഉണ്ട്, അത് ജസ്റ്റ് പ്രോട്ടോയും കൂടെ ചേർത്താൽ നമുക്ക് ആൻസറായി. വിച്ച് ഓഫ് ദി ഫോളോയിങ് ലാംഗ്വേജ് ഈസ് കൺസിഡേർഡ് വൺ ഓഫ് ദ മോസ്റ്റ് കോൺട്രവേഴ്സീസ്. അതായത് പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ, അതിനകത്ത് വരുന്നത് 3 ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ് ആണ് അല്ലേ. അപ്പോൾ അതിൽ മോസ്റ്റ് കൺസ്ട്രക്റ്റീവ് അല്ലെങ്കിൽ കൺസിഡേർഡ് മോസ്റ്റ് കൺസ്ട്രക്റ്റീവ് തീർച്ചയായിട്ടും ലിത്വാനിയാണ് കേട്ടോ, ലിത്വാനിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ലേണിംഗ് ഡിസബിലിറ്റീസ് ഡയറക്ട്ലി അഫക്റ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആൻഡ് കോംപ്രിഹെൻഷൻ എബിലിറ്റീസ്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഒരു മോട്ടോർ ഡിസോർഡർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഡിസ്ഫാസിയ ആണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ്. വിച്ച് ഈസ് ദ ഫുൾ ഫോം ഓഫ് ADHD? അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആണ് ADHD. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ മേജർ തീം ഇൻ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്? വളരെ സിമ്പിൾ, ഫോർബിഡൻ ലവ് ആൻഡ് ദ കാസ്റ്റ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പഠിക്കുക. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ കോമൺ മെത്തേഡ് ഓഫ് പ്രസൻറ്റിംഗ് ന്യൂ മെറ്റീരിയൽ ഇൻ ദ ക്ലാസ് റൂം? നമുക്കറിയാം തീർച്ചയായിട്ടും ഒരു കാര്യം പറഞ്ഞ് തന്നെ അല്ലേ നമ്മൾ ക്ലാസ് റൂമിൽ പ്രസൻറ്റ് ചെയ്യുന്ന ലെക്ചർ മെത്തേഡിലൂടെ തന്നെയാണ്. അതിനുശേഷമാണ് ബാക്കി ആക്ടിവിറ്റീസൊക്കെ എന്ത് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക് പ്രൊവൈഡ് സ്റ്റുഡൻറ്റ് വിത്ത് ദ സ്പെസിഫിക് കമൻറ്റ്സ് ഓൺ ദെയർ പെർഫോമൻസ്? കമൻറ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഏതായിരിക്കും? അത് ഫോർമാറ്റീവ് ഫീഡ്ബാക്ക്. ഓക്കെ, നെക്സ്റ്റ്, ദ ബെനിഫിറ്റ് ഓഫ് കോൾ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലാംഗ്വേജ് ലേണിംഗ്? അത് പേഴ്സണൽ ലേണിംഗ് എക്സ്പീരിയൻസ്. ഇപ്പം മോളും ഉണ്ട് കേട്ടോ, മൊബൈൽ അസിസ്റ്റൻറ്റ് ലാംഗ്വേജ് ലേണിംഗ് ഒക്കെ ഉണ്ട്. ഓക്കെ, പേഴ്സണൽ ലേണിംഗ് എക്സ്പീരിയൻസ് ബെനിഫിറ്റ് ചെയ്യുന്നു. ഗോയിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാംഗ്വേജ് ലേണിംഗ് ടിപ്പിക്കലി ഇൻവോൾവ്സ്? ലാംഗ്വേജ് അക്യൂസിഷനും ലാംഗ്വേജ് ലേണിംഗും ഉണ്ടല്ലോ. ഒരു ഭാഷ പഠിച്ചെടുക്കുന്ന അതൊരു ഫോർമൽ ഇൻസ്ട്രക്ഷൻസിലൂടെയൊക്കെ അല്ലേ. ഓപ്ഷൻ ബി ആണ് അപ്പോൾ അവിടുത്തെ ശരി ഉത്തരം, ബാക്കിയെല്ലാം അക്യൂസിഷനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോഡ് സ്വിച്ചിങ് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? അത് ആൾട്ടർനേറ്റിംഗ് ബിറ്റ്വീൻ ദ ലാംഗ്വേജ് ആൻഡ് ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് അസസ്മെൻറ്റ് ടൈപ്പ് മെഷേഴ്സ് എ സ്റ്റുഡൻസ് എബിലിറ്റി ടു അപ്ലൈ നോളജ് ആൻഡ് സ്കിൽ ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻ? അത് ഒത്തൻറ്റിക് അസസ്മെൻ്റ് ആണ് കേട്ടോ. ഹൈ സ്റ്റേക്ക് എന്നൊക്കെ പറയുന്ന വലിയ എക്സാംസ് ഒക്കെ എഴുതുന്നത്, ചെറിയ എക്സാംസ് ആണെങ്കിൽ ലോ സ്റ്റേക്ക്, പോർട്ട്ഫോളിയോ ഒക്കെ അറിയാമല്ലോ അയാളുടെ ഒരു വർക്ക്, അതല്ല. അതായത് ലൈഫ് സ്കില്ലൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരുന്ന അസസ്മെൻറ്റ് ഒത്തൻറ്റിക് അസസ്മെൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് പോസ്റ്റ് ഇവാലുവേഷൻ ആർ കണ്ടക്റ്റഡ്? എക്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഇത് കഴിഞ്ഞതിന് ശേഷം, ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് എ പ്രോഗ്രാം. യാ. ആൻഡ് അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ് ലേണർ ഓട്ടോണമി? അത് മെമ്മറൈസിങ് ഇൻഫർമേഷൻ വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ആണോ? അല്ല. സെറ്റിംഗ് പേഴ്സണൽ ഗോൾസ്. ഓക്കെ, അപ്പോൾ അതായത് ഒരു ലേണർ ഓട്ടോണമി എന്ന് പറയുന്നത് എന്തായിരിക്കണം? എപ്പോഴും നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജീസും ആയിരിക്കണം ഏറ്റവും പ്രാധാന്യം ഒരു ലേണറിനെ സംബന്ധിച്ച് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, സോ താങ്ക് യു.